Okay, we will just start. So, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസൈൻ എഞ്ചിനീയറിംഗിൽ phases of design process. There are different design process for any design or any concept or anything. So that they are identifying and detailing customer requirements, setting design objectives, identifying constraints, identifying design constraints, establishing functions, generating design alternatives and choosing the best feasible design. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഫേസസ് ഉണ്ട് ഫോർ ഡിസൈൻ പ്രോസസ്സിൽ. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ഐഡന്റിഫൈയിങ് ആൻഡ് ഡീറ്റെയിലിംഗ് കസ്റ്റമർ റിക്വയർമെന്റ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ സെറ്റിംഗ് ഡിസൈൻ ഒബ്ജക്റ്റീവ്സ് അത് ഡിസ്കസ് ചെയ്തു. അതായത് ആദ്യം നമുക്ക് ഒരു കസ്റ്റമറിന് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, കസ്റ്റമർ റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിക്വയർമെന്റിന് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ഒരു ലാഡറിന്റെ കേസ്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ടൈം കുറഞ്ഞപ്പോൾ വേഗം നമ്മളതൊരു അബ്രപ്റ്റ് എൻഡിങ് ആയിട്ട് നിർത്തിയായിരുന്നു. ഒരു സേഫ് ലാഡർ ഉണ്ടാക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ട്. ഓക്കെ, നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ സ്റ്റെപ്സ് എല്ലാവരും പഠിച്ചിരിക്കുക. ഈ സ്റ്റെപ്സ് ആണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന്റെ ഓർഡർ. അതായത് ഫോർ എനി ക്വസ്റ്റ്യൻ ആസ്ക് ഫോർ ദ മൊഡ്യൂൾ 1 യു ഹാവ് ടു ആൻസർ ഇൻ ദിസ് പെർട്ടിക്കുലർ ഓർഡർ. അതായത് ഐഡന്റിഫൈയിങ് ആൻഡ് ഡീറ്റെയിലിംഗ് കസ്റ്റമർ റിക്വയർമെന്റ്സ്, ദെൻ സെറ്റിംഗ് അപ്പ് ദാറ്റ് ഡിസൈൻ ഒബ്ജക്റ്റീവ്സ്, ദെൻ ഐഡന്റിഫൈയിങ് ഡിസൈൻ കൺസ്ട്രെയിൻസ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടില്ലേ ഒരു ഫിഗർ, അത്. Then establishing the functions, generating design alternatives, then choosing the best feasible design. ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് ഡിസൈൻ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ഒരു ഫിഗർ ആയിരുന്നു. നമ്മൾ ഒബ്ജക്റ്റീവ് ട്രീ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞിടത്താണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ തീർന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരാമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. സോ ദാറ്റ് ഡയഗ്രാം ഇസ് ഷോൺ ഹിയർ. അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൗ വി ഡു ദ ഡിസൈൻ ഒബ്ജക്റ്റീവ് ട്രീ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടു മേക്ക് എ സേഫ് ലാഡർ, ഒരു ലാഡർ ഉണ്ടാക്കാനായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന ഒരു റിക്വയർമെന്റ്. ഒരു നമ്മുടെ കസ്റ്റമർ വന്നിട്ട് പറഞ്ഞിരുന്ന ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് എ സേഫ് ലാഡർ. ഓക്കെ, അപ്പൊ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി വിൽ ഡിസൈൻ, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചറേഴ്സ് ആരാണോ, ഡിസൈൻ ചെയ്യുന്നവർ ആരാണോ, അവർ വി വിൽ ഡിസൈൻ ടു ദ കസ്റ്റമർ. അവരുടെ റിക്വയർമെന്റ്സ് എന്താണെന്ന് നമ്മൾ ആദ്യം കേൾക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസിലാണ് നമ്മൾ ദ ഡിസൈൻ ഒബ്ജക്റ്റീവ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കുന്ന ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്, ഒരു ട്രീ പോലെ എഴുതിയിരിക്കുന്നതാണ്. സോ വി ഹാവ് ടു മേക്ക് എ സേഫ് ലാഡർ. സേഫ് ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ബി മാർക്കറ്റബിൾ ആസ് വെൽ ആസ് ഇറ്റ് ഹാസ് ടു ബി സേഫ്. ഓക്കെ, ഇറ്റ് ഹാസ് ടു ബി മാർക്കറ്റബിൾ ആസ് വെൽ ആസ് ഇറ്റ് ഹാസ് ടു ബി സേഫ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് അത് വാങ്ങും എന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഹാസ് ടു ബി മാർക്കറ്റബിൾ. അപ്പൊ മാർക്കറ്റബിൾ നോക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓർ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് വിച്ച് ഹാസ് ടു ബി സാറ്റിസ്ഫൈഡ് ബിഫോർ നമ്മൾ അത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുമ്പ്. ഓക്കെ, സോ ദോസ് ഫീച്ചേഴ്സ് ഓർ ദോസ് ഒബ്ജക്റ്റീവ്സ് ആർ, അതായത് ഒരു പ്രൊഡക്റ്റ്, ഒരു ലാഡർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യണം, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ യൂസ്ഫുൾ ആയിരിക്കും, ഇറ്റ് ഹാസ് ടു ബി യൂസ്ഫുൾ, ഇറ്റ് ഹാസ് ടു ബി ഇൻഎക്സ്പെൻസീവ്. അതായത് നമുക്ക് ചിലപ്പോൾ ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇന്റേണൽ അല്ലല്ലോ, ഒരു ഇൻഡോറിലുള്ള ഒരു വയറിങ്ങോ ഒരു ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഒരു പ്ലംബിങ്ങോ ഓപ്പറേഷൻ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലാഡർ ഉണ്ടാക്കുന്നത്, ലാഡർ വാങ്ങാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. സോ ഇറ്റ് ഹാസ് ടു ബി ഇൻഎക്സ്പെൻസീവ്. ദെൻ ഇറ്റ് ഹാസ് ടു ബി പോർട്ടബിൾ. നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ഇൻഡോർ ആപ്ലിക്കേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ ആപ്ലിക്കേഷൻ ആയിരിക്കും. എനിവേ ഇറ്റ് ഹാസ് ടു ബി പോർട്ടബിൾ. ദെൻ ഇറ്റ് ഹാസ് ടു ബി ഡ്യൂറബിൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഡബിൾ ആയിരിക്കണം, പോർട്ടബിൾ ആയിരിക്കണം. പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ പോർട്ടബിൾ ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ലൈറ്റ് ഇൻ വെയിറ്റ്. പോർട്ടബിളിന്റെ ഒരു ഫീച്ചർ ആണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആണ്, ഇറ്റ് ഹാസ് ടു ബി ലൈറ്റ് ഇൻ വെയിറ്റ്. അപ്പൊ വളരെ വെയിറ്റ് കൂടുതലാണെങ്കിൽ അതിന്റെ പോർട്ടബിലിറ്റി കുറവായിരിക്കും. ദെൻ സ്മോൾ ആയിരിക്കണം, ട്രാൻസ്പോർട്ടബിൾ ആയിരിക്കണം. ഇപ്പൊ നമുക്ക് ഒരു ചെറിയൊരു വണ്ടിക്കകത്ത്, ഒരു കാറിനകത്തൊക്കെയോ അല്ലെങ്കിൽ കാറിനകത്തൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും.
അല്ലെങ്കിൽ അതേപോലെയുള്ള ചെറിയ വെഹിക്കിൾസിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള പോർട്ടബിൾ ആയിരിക്കണം നമ്മുടെ ലാഡർ. ദെൻ നമ്മൾ പറഞ്ഞു ഇൻഎക്സ്പെൻസീവ് ആയിരിക്കണം. ദെൻ ഇറ്റ് ഹാസ് ടു ബി യൂസ്ഫുൾ. യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ വി ക്യാൻ യൂസ് ദാറ്റ് ഇൻ ഇൻഡോഴ്സ്, ഔട്ട്ഡോഴ്സ് ഓർ ഫിക്സ്ഡ്. ഓഫ് റൈറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിക്സ്ഡ് ആയിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ടെറസിലൊക്കെ ടെറസിന്റെ മുകളിലേക്ക് കയറാനൊക്കെ ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാഡേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത്. അതേപോലെ ഔട്ട്ഡോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വീടിന്റെ പുറയിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഹൈറ്റിൽ നമുക്ക് കയറാനായിട്ട് നമുക്ക് ലാഡേഴ്സ് യൂസ് ചെയ്യും. ഇൻഡോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇലക്ട്രിക്കലോ മെയിൻ്റനൻസോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലാഡർ യൂസ് ചെയ്യാൻ പറ്റണം. അതേപോലെ സേഫ് എന്ന് പറഞ്ഞു നമ്മൾ ഓൾറെഡി. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിരിക്കണം, സ്റ്റിഫ് ആയിരിക്കണം. നമ്മൾ കയറി നിൽക്കുമ്പോൾ ഒടിഞ്ഞു പോകാൻ പാടില്ല, കയറി നിൽക്കുമ്പോൾ അത് അനങ്ങി സ്ലിപ്പായി വീഴാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഓൺ ഫ്ലോർസ്, ഓൺ ലെവൽ ഗ്രൗണ്ടിലും ഓരോ നിലയിൽ ഓരോ ഫ്ലോറുകളിലൊക്കെ അത് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കണം. സോ ദീസ് ആർ ദ ഡിസൈൻ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ, ഫസ്റ്റ് ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് നമ്മൾ അയാളുടെ റിക്വയർമെന്റ്സ് എന്താണെന്നൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊക്കെ ഒബ്ജക്റ്റീവ്സ് ആക്കി മാറ്റിയിട്ട് അതൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ദാറ്റ് വി ഹാവ് ടു മീറ്റ് ഇൻ ഓർഡർ ടു മേക്ക് എ സേഫ് ലാഡർ. അപ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞ റിക്വയർമെന്റിന് അനുസരിച്ചിട്ടുള്ള ഒരു സേഫ് ലാഡർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്തു. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിസൈൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ട്രീ. ഒബ്ജക്റ്റീവ് ട്രീ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. And now the third process is identifying the design constraints. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസൈനിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കണ്ടുപിടിച്ചു. അപ്പൊ ഇനി ഈ ഒബ്ജക്റ്റീവ്സിന് എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടോ? കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻസ് ഉണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിനേക്കാളും പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. സോ ദാറ്റ് ഈസ് ഓക്കെ. സോ ഐഡന്റിഫൈങ് ഡിസൈൻ കൺസ്ട്രെയിൻസ്. ഇത് ഞാൻ വേഗം പറഞ്ഞു പോകട്ടോ. ഇത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തവണ നിങ്ങളിത് നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഓൾറെഡി വളരെ പുറകിലാണ്. അപ്പൊ നമുക്ക് ആകെ 6 പ്രോസസ് സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 2 ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം. സോ എ ലിമിറ്റ് ഓർ റെസ്ട്രിക്ഷൻ ഓൺ ദ ഫീച്ചേഴ്സ് ഓർ ബിഹേവിയർ ഓഫ് ദ ഡിസൈൻ ഇസ് കോൾഡ് ദ ഡിസൈൻ കൺസ്ട്രെയിൻസ്. അതായത് നിങ്ങൾ നോക്കുക, നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ലിമിറ്റേഷൻസ്, എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ്, ദേ ആർ കോൾഡ് ഡിസൈൻ കൺസ്ട്രെയിൻസ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു സേഫ് ലാഡറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ സേഫ് ലാഡറിന്റെ കേസിൽ നമുക്ക് ഇൻഎക്സ്പെൻസീവ് എന്ന് പറഞ്ഞു, അതേപോലെ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റേണ്ടത്. പക്ഷെ അതിന് എക്സ്പെൻസ് കൂടരുത്. ഓക്കെ, അപ്പൊ നമുക്ക് അലോയ്സ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ അലോയ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് പ്രൈസ് കൂടും. പക്ഷെ നമുക്ക് പ്രൈസ് കുറച്ചിട്ട് ഏറ്റവും എന്താ പറയാ റിലയബിൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കണം. ഓക്കെ, സോ അതിട്ട് വി ആർ ഗോയിങ് ടു ഐഡന്റിഫൈ ദ ഡിസൈൻ കൺസ്ട്രെയിൻസ്. So design constraint means it is a limit or a restriction on the features or behavior of the design. And then a proposed design is acceptable if these limits are isolated. അതായത് we already proposed a design and then we found there are certain design constraints and which we cannot meet. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും അത് ഡിസൈൻ അൺആക്സെപ്റ്റബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ പറയുന്ന രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾ പറയും എനിക്കൊരു ലാഡർ വേണം, ഇന്ന ഒക്കെയാണ് വേണ്ടത്, പക്ഷെ എനിക്ക് 100 രൂപയ്ക്ക് ആ ലാഡർ വേണം എന്ന് അയാൾ പറയാണ്. അപ്പൊ അത് നമുക്ക് ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. കാരണം നമ്മുടെ കൺസ്ട്രെയിൻസ് വെച്ച് നോക്കുമ്പോൾ അത് എങ്ങനെയായാലും ചിലപ്പോൾ ഒരു 1000 രൂപയാവും. അപ്പൊ ആ 1000 രൂപയ്ക്ക് അയാൾക്ക് അത് ആക്സെപ്റ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഡിസൈൻ പ്രോസസ്സ് അവിടെ വെച്ച് നിൽക്കും. അപ്പൊ അങ്ങനെയാണ് കൺസ്ട്രെയിൻസ് വരുന്നത്. സോ ദേ കുഡ് ബി ഓൺ സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓർ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ഡിസൈൻ. നമ്മളിത് പ്രൈസിന്റെ ഒരു കാര്യം മാത്രം. അതേപോലെ ഏത് കാര്യത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പൊ ഏതൊരു ഫീച്ചർ, ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്നോ ഫീച്ചർ എന്നോ ഒക്കെ പറയാം. അപ്പൊ അതിലുള്ള ഏതെങ്കിലും ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഡിസൈൻ ട്രീയില് യെസ് എന്താണ് സ്ലൈഡ്സ് മാറുന്നില്ല. ഇപ്പൊ ഏത് സ്ലൈഡാ കാണുന്നത് നിങ്ങൾ? സ്ലൈഡ് നമ്പർ 51 ആണോ 52 ആണോ? 37. അത് ശരി, അറിയണ്ടേ.
ഇവിടെ 51 52 ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. Okay, let me try it again. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടോ 51? Sir, യെസ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒബ്ജക്റ്റീവ് ട്രീ. നമ്മളിപ്പോ ഒരു സേഫ് ലാഡറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് വെറുതെ നമ്മുടെ സമയം പോയി. ഓക്കെ, സേഫ് നിങ്ങൾ പറയണ്ടേ, നിങ്ങൾക്ക് സ്ലൈഡിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാ പറയേണ്ടതായിരുന്നു. ഓക്കെ, സേഫ് ലാഡറിന്റെ ഡിസൈൻ ഒബ്ജക്റ്റീവ്സിന്റെ ട്രീ ആണ് ഈ കാണുന്നത്. ഡു വൺ തിങ്, യു ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ്, എന്നിട്ട് നിങ്ങൾ അത് നോട്ട്ബുക്കിൽ വരച്ചെടുക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ് ട്രീ നമ്മൾ ഓൾറെഡി മാർക്കറ്റബിൾ, സേഫ്, യൂസ്ഫുൾ ആയിരിക്കും, എക്സ്പെൻസീവ് ആണ്, പോർട്ടബിൾ, ഡ്യൂറബിൾ, ഇങ്ങനെയുള്ള ഓരോരോ ഫീച്ചേഴ്സ് ഉണ്ട്. Okay, do one thing, you just copy down this now. Okay, so this is that objective tree, and then we are going to the next design phase, which is the design constraints. So design constraints ലാണ് നമ്മൾ പറഞ്ഞത്. I hope you can see the slide 52, right? കാണുന്നുണ്ടോ? Hello. sir, കാണുന്നുണ്ട്. Okay, good. Identifying the design constraints. ഞാനിത് വേഗം വേഗം പറഞ്ഞു പോകട്ടെ, ഓൾറെഡി ടൈം കുറെ പോയി. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. മാക്സിമം പോയാൽ 3 അല്ലെങ്കിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. സോ നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാം. Okay, so this is called the identifying design constraints. This all means if there is some limits or restrictions that we cannot achieve during our design process, that is called the design constraints. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു പ്രൈസിന്റെ കാര്യത്തിൽ നമ്മുടെ ലാഡർ നമ്മുടെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നത് 100 റുപ്പീസിന് അയാൾക്ക് ഒരു ലാഡർ വേണമെന്ന് പറയാണ്. എന്നിട്ട് ഇന്ന ഫീച്ചേഴ്സ് നമ്മൾ കണ്ടിട്ടില്ലേ ഒരു മൂവിയിൽ മോഹൻലാലും ശ്രീനിവാസും കുറേ ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് അവർക്ക് വളരെ ചെറിയ രീതിയിൽ ഒരു വീട് റെന്റിന് വേണം എന്ന് പറയുന്ന ഒരു സീൻ. അതേപോലെ തന്നെ അപ്പൊ അത്രയും ചെറിയ രൂപയ്ക്ക് അല്ലെങ്കിൽ അത്രയും ചെറിയ കൺസ്ട്രക്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ it could be on some of the features or attributes of the design. ഈ കൺസ്ട്രെയിൻസ് വരുന്നത് നമ്മൾ ഒട്ടും മുമ്പ് കണ്ട ട്രീയിലെ കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണത്തിലായിരിക്കാം. എല്ലാത്തിലും കൂടെ ഒരുമിച്ച് ഡിസൈൻ കൺസ്ട്രെയിൻസ് വരില്ല, അല്ലെങ്കിൽ ലിമിറ്റ്സ് വരാൻ ചാൻസ് ഇല്ല. ഏതെങ്കിലും കുറച്ച് ഒബ്ജക്റ്റീവ്സിലോ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിലോ ആയിരിക്കും ഈ കൺസ്ട്രെയിൻസ് വരുന്നത്. ഓക്കെ, സോ can a design work at high ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. Can a design work at high temperature? Can the product be portable? Does it meet the environmental regulations? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന്റെ കൺസ്ട്രെയിൻസ് വരുന്നത്. ഡിസൈൻ കൺസ്ട്രെയിൻസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ദ ഫോളോയിങ് ഹെഡിങ്സ്. അതായത് കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഫങ്ഷണൽ കൺസ്ട്രെയിൻസ് ഉണ്ട്, സേഫ്റ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്, എർഗണോമിക്സ് കൺസ്ട്രെയിൻസ് ഉണ്ട്, പ്രൊഡക്ഷൻ, ക്വാളിറ്റി, അസംബ്ലി, ട്രാൻസ്പോർട്ട്, ഓപ്പറേഷൻ, മെയിൻ്റനൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കൺസ്ട്രെയിൻസ് വരുന്നുണ്ട് നമ്മുടെ ഡിസൈൻ പ്രോസസ്സിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം ഓരോന്നും. ഓക്കെ, സ്ലൈഡ് നമ്പർ 53.
അപ്പോൾ അതിൽ ഫങ്ഷൻ സ്ട്രെയിൻസ്, ഇതിന് കുറേ എക്സാമ്പിൾസ് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഫങ്ഷണൽ കൺസ്ട്രെയിൻസ്, സോ ഇറ്റ് ഇമ്പോസസ് ദ ലിമിറ്റ്സ് ഓൺ ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ടു ബി ഡിസൈൻഡ്. അതായത് ആ ഒരു ഡിസൈൻ്റെ ഫങ്ഷൻസിനെ ലിമിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓവറോൾ ജ്വറി, സൈസ് വളരെ വലുതാവരുത്, അല്ലെങ്കിൽ വിട്ട് വളരെ നീളത്തിലാവരുത്, വലുതാവരുത്, സ്പേസ് കൂടുതൽ എടുക്കരുത്, അങ്ങനത്തെ കാര്യങ്ങൾ. മോഷൻ ഓഫ് പാർട്സ്, ഇപ്പം നമ്മൾ ലാഡർ പറയുകയാണെങ്കിൽ അതിൽ മൂവബിൾ പാർട്സ് അല്ലെങ്കിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കയറുമ്പോൾ ഒരു ഇൻസ്റ്റബിലിറ്റി ഫീൽ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. ദെൻ അതായത് കുറച്ചും കൂടെ റിജിഡ് ആയിട്ടുള്ള ഇത് വേണം. ദെൻ ഫോഴ്സസ് ഇൻവോൾവ്, ഇപ്പം നമ്മൾ ലാഡർ നമുക്കറിയാം അതിനൊരു എലിവേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കയറുന്ന സമയത്ത് അത് സ്ലിപ്പായിട്ട് വീഴരുത്, അതിന് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതൊക്കെ ഓരോ ഡയറക്ഷൻ, ഇതൊക്കെ നിങ്ങൾ മാത്സിലും ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ്. അത് നമുക്കറിയാം, എല്ലാവർക്കും എന്താണ് ലാഡർ എന്നറിയാം, എന്താണ് അതിന്റെ ഓപ്പറേഷൻ എന്നറിയാം, എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നൊക്കെ അറിയാം. അതേപോലെ എനർജി നീഡ്, ദെൻ മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ്, കൺട്രോൾ സിസ്റ്റം, അതായത് ഇതിപ്പം വലിയ വലിയ ഡിസൈനുകൾക്കാണെങ്കിൽ കൺട്രോൾ സിസ്റ്റം ഒക്കെ, ലാഡറിനൊന്നും കൺട്രോൾ സിസ്റ്റം വേണ്ട. ദെൻ ഇൻഫർമേഷൻ ഫ്ലോ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ദീസ് ആർ ദ ഫങ്ഷണൽ കൺസ്ട്രെയിൻസ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഈ ഫങ്ഷണൽ കൺസ്ട്രെയിൻസിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ സേഫ് കൺസ്ട്രെയിൻസ്, സോ ദ കൺസ്ട്രെയിൻസ് ദാറ്റ് സ്പെസിഫൈസ് എ സ്പെസിഫിക് സേഫ് ഗാർഡ്, അതായത് സേഫ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് സേഫ്റ്റി കൺസ്ട്രെയിൻസിന്റെ അകത്ത് വരുന്നത്. ഓപ്പറേഷണൽ കൺസ്ട്രെയിൻസ് ഉണ്ട്, അതായത് അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വേറെ അപകടങ്ങളോ കാര്യങ്ങളൊന്നും പാടില്ല, സേഫ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഹ്യൂമൻസിന് സേഫ്റ്റി ആയിരിക്കണം അല്ലെങ്കിൽ സേഫ് ആയിരിക്കണം, അതിനകത്ത് വേറെ ഒന്നും വരാൻ പാടില്ല. എൻവയോൺമെന്റിന് സേഫ് ആയിരിക്കണം, ലാൻഡ്, സീ, എയർ, നോയ്സ് പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പാടില്ല. ലൈറ്റ്, റേഡിയേഷൻ, ട്രാൻസ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഡിസ്റ്റർബൻസസ് ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയുള്ള limitations. Then quality constraints, it should be that product should be delivered with the required quality, അല്ലെങ്കിൽ സ്പെസിഫിക് ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വേണം നമ്മുടെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി അഷ്യൂറൻസ് റെഗുലേഷൻസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, ക്വാളിറ്റി കൺട്രോളും റിലയബിലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്വാളിറ്റി കൺസ്ട്രെയിൻസിൽ വരും. ക്വാളിറ്റി അഷ്യൂറൻസ് വേണം, കൺട്രോൾ വേണം, റിലയബിൾ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ മാനുഫാക്ചറിങ് കൺസ്ട്രെയിൻസ്, ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകാനുള്ള സമയത്ത് ഉണ്ടാകും കൺസ്ട്രെയിൻസ്. ചിലപ്പോൾ മെഷറി ആവാം, കമ്പോണൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാവാം, ഇപ്പം കുറേ കമ്പോണൻസ് കിട്ടി അത് അസംബിൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാവാം, റോ മെറ്റീരിയൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കിയ എൻഡ് പ്രൊഡക്റ്റ് ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാവാം. അങ്ങനെയുള്ള ഒരുപാട് കൺസ്ട്രെയിൻസ് ആണ് മാനുഫാക്ചറിങ് കൺസ്ട്രെയിൻസ് വരുന്നത്. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഈ ഫങ്ഷണൽ കൺസ്ട്രെയിൻസ് എഴുതിയിട്ട് ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സാമ്പിൾസ് ആണ് അതൊക്കെ, ആ എക്സാമ്പിൾസ് നിങ്ങൾ സ്ലൈഡ് നോട്ടൊക്കെ തരുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഒരു കാര്യം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ 2 3 ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടായിരിക്കും ഒരു മോഡ്യൂളിൽ നിന്ന് ചോദിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ ഈ തിയറി. ഓക്കെ, പക്ഷേ പ്രാക്ടിക്കലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എസ്എ ക്വസ്റ്റ്യൻ 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ലാഡർ ഡിസൈൻ ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പൊ അവിടെയുള്ള ഡിസൈൻ കൺസ്ട്രെയിൻസ് എന്താണെന്ന്, ഡിസൈൻ കൺസ്ട്രെയിൻസ് ഡ്യൂറിങ് ദ ഡിസൈനിങ് ഓഫ് സേഫ് ലാഡർ എന്ന് കൊടുത്തിട്ട് താഴെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യണം. ഫങ്ഷണൽ കൺസ്ട്രെയിൻസ് ഉണ്ടോ? യെസ്, സൈസ് ഉണ്ട്, സൈസിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതേപോലെ മോഷൻ ഓഫ് പാർട്സ് അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ സ്റ്റീ കൺസ്ട്രെയിൻസ് ഉണ്ടോ? യെസ്, അത് സേഫ് ആയിരിക്കണം, അത് ഇലക്ട്രിക് എന്താ പറയുക ഇൻസുലേറ്റഡ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്വാളിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടോ? യെസ്, റിജിഡ് ആയിരിക്കണം, അത് ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും അത് ക്വാളിറ്റി ആയിരിക്കണം. മാനുഫാക്ചറിങ് കൺസ്ട്രെയിൻസ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റുന്ന റോ മെറ്റീരിയൽസ് കാര്യങ്ങളുണ്ടോ, അങ്ങനെ ലിസ്റ്റ് ചെയ്യണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ കംസ് ടൈമിംഗ് കൺസ്ട്രെയിൻസ്. ടൈമിംഗ് കൺസ്ട്രെയിൻസ് ഞാൻ വേഗം പറയാം. ഇപ്പോ നമ്മുടെ കസ്റ്റമർ നമ്മുടെ അടുത്ത് ചെയ്തു, വിത്തിൻ 1 വീക്ക് നമുക്ക് അയാൾക്ക് ആ ലാഡർ വേണം. നമ്മൾ എന്താ
ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഇനി കാർബൺ മെറ്റീരിയൽ ഉണ്ടല്ലോ, അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത്, അങ്ങനെ ഏത് മെറ്റീരിയൽ അയാൾ പറയുന്നത് 1 വീക്ക് ടൈമിനുള്ളിൽ അയാൾ ലാഡർ വേണം. പക്ഷേ നമുക്കത് 1 മാസം കൊണ്ട് തീർക്കാവുന്ന വർക്കാണെങ്കിൽ അത് വലിയൊരു സ്ട്രെയിൻ ആണ്, ടൈമിംഗ് കൺസ്ട്രെയിൻ. അപ്പോൾ നമ്മൾ അതിനെ ഷെഡ്യൂൾ ചെയ്യണം, എന്താ പറയുക, ഡിസൈൻ ഷെഡ്യൂൾ ചെയ്യണം, ഡെവലപ്പ് ഷെഡ്യൂൾ ചെയ്യണം, പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യണം, ഡെലിവറി ഷെഡ്യൂൾ ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഡിസൈൻ എഞ്ചിനീയർ ആകുമ്പോൾ അത് ചെയ്യണം. ഓക്കെ, ദെൻ എക്കണോമിക് കൺസ്ട്രെയിൻസ് പോയിന്റ് ആണ്. ദീസ് ആർ ദ ലിമിറ്റ്സ് ഓൺ ദ പ്രൊഡക്ഷൻ ആൻഡ് ഒരു സെക്കൻഡ് നിങ്ങളിത് നോട്ട് ചെയ്തെടുക്കും കേട്ടോ. എക്കണോമിക് എർഗോണിക് കൺസ്ട്രെയിൻ, അതായത് എർഗോണോമിക് ഡിസൈൻ ഇൻ ദ മാൻ മെഷീൻ റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ. എക്കോളജിക് കൺസ്ട്രെയിൻസ്, okay. Then aesthetic constraints. Aesthetic constraints means അതിന്റെ ബ്യൂട്ടി അല്ലെങ്കിൽ അതിന്റെ ഭംഗി. അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ ലൈഫ് സൈക്കിൾ ട്രെയിൻസ്. ലൈഫ് സൈക്കിൾ മീൻസ് അപ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ, ഓപ്പറേഷൻ, ഡിസ്പോസൽ, അതാണ് മെയിൻ്റനൻസ്, ഡിസ്പോസൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ഓപ്പറേഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഓപ്പറേറ്റ് ചെയ്തു, മെയിൻ്റനൻസ് ഉണ്ടാവും, ഡിസ്പോസൽ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങൾ. Then final one is legal or ethical constraints. So the constraints such as governmental safety requirement, legal ആയിട്ടും ethical ആയിട്ടുള്ള കാര്യങ്ങൾ, regulations, rules and regulations, ഇന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യും, അതൊക്കെയാണ് legal and ethical constraints വരുന്നത്. Okay, so these points that comes under the design constraints. Design constraints വരുന്ന points ആണ് ഒരു 11 points. നിങ്ങളത് ഓർത്തിരിക്കണം, കാണാതെ പഠിക്കണം, by heart ചെയ്യണം. Okay. Then comes the establishing functions. Okay, so this establishing functions, ഒരു സെക്കൻഡ് കേട്ടോ, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത്. Okay, so establishing functions. So at first we listed all the objectives and then we found out what constraints or limitations. Now we are going to establish those functions, identifying all the functions to be performed by the proposed product. So what we have to do is, ഇപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനാണ് എസ്റ്റാബ്ലിഷിംഗ് ഫങ്ഷൻ പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രെയിൻസിനെയൊക്കെ സോൾവ് ചെയ്തിട്ട്, ലിമിറ്റേഷൻസിനൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ട് വി ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് ദ ഫങ്ഷൻ. So identifying the functions to be carried out to implement this product. അതാണ് എസ്റ്റാബ്ലിഷിംഗ് ദ ഫങ്ഷൻസിൽ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് പെർഫോം ദ റിസ്ക് അനാലിസിസ് ഇൻ ഇംപ്ലിമെന്റേഷൻ ഫേസസ്. അതിലുള്ള റിസ്ക് അനാലിസിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ, റിസ്ക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ, അത് നമുക്ക് എടുക്കാൻ ഒരു ടോപ്പിക്കാണ്. റിസ്ക് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, there are 5 classifications for an engineering design functions. For functions in വേണ്ടിയിട്ട് there are 5 classifications. They are research function. വേഗം പറഞ്ഞു പോകുന്നതാണ്, ഒക്കെ സിമ്പിൾ ആയതുകൊണ്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഈ പോയിന്റ്സ് നോട്ട് ചെയ്താൽ മാത്രം മതി. Research functions, it involves identifying need for the product, defining working principle, collection of data required for the process. Researching, as it says, researching ആണ് എല്ലാം ചെയ്യുന്നത്. It involves identifying the need for the product,
defining the working principle, collect of the data required for the process. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റിസർച്ചിൽ വരുന്നത്. Comes the engineering function. It mainly covers the product design aspect. അവിടെയാണ് നമ്മൾ എഞ്ചിനീയേഴ്സിന് കൂടുതൽ റോൾ വരുന്നത്. എഞ്ചിനീയറിംഗ് ഫങ്ഷൻസ് ഇറ്റ് മെയിൻലി കവേഴ്സ് ഡിസൈൻ ആസ്പെക്ട്സ്. This stage is directly responsible for technical functioning of the product. അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വരുന്നത് എഞ്ചിനീയറിംഗ് ഫങ്ഷൻസിലാണ്. Then comes the manufacturing functions. It decides the method of production, determination of tools, cost control methods, purchase of raw materials, etc. മാനുഫാക്ചറിങ്ങിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് മാനുഫാക്ചറിംഗ് ഫങ്ഷൻസിൽ വരുന്നത്. അതായത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ടൂൾസ് വേണം, അതിന് റോ മെറ്റീരിയൽ വേണം, അതിന്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. Then comes the quality control. So quality control involves the quality assurance, quality check, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് quality control functions വരുന്നത്. It involves the quality control of products as per design, safety considerations, dimensional accuracy, working perfection, etc. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള റിക്വയർമെന്റ്സിന് ആവശ്യമുള്ള ക്വാളിറ്റി കൺട്രോൾസ്, ക്വാളിറ്റി ഒക്കെ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ, ആണ് ക്വാളിറ്റി കൺട്രോൾ ഫങ്ഷൻസിൽ വരുന്നത്. ഓക്കെ. Then comes the commercial functions. It deals with the cost and service related aspects of the process. It includes a relationship with clients, marketing, sales, logistics, warehousing, human resources, etc. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഈ പ്രൊഡക്റ്റ് നമ്മുടെ എൻഡ് കസ്റ്റമേഴ്സിന് എത്തണം. ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ചിലപ്പം ഒരു ലോങ്, നമ്മളിപ്പം ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് എടുക്കുന്നത് ചിലപ്പോൾ ഒരു ലോക്കൽ ഓഫീസ് ചെയ്യും, അയാളുടെ റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ കുറച്ച് ദൂരെയുള്ള ഒരു മാനുഫാക്ചറിങ് സ്ഥലത്തായിരിക്കും. ഓക്കെ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഈ എൻഡ് കസ്റ്റമറിലെ കയ്യിലേക്ക് എത്തുന്നത്, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മൊബൈൽ ഫോൺസ് ആണെങ്കിൽ തന്നെ മൊബൈൽ ഫോൺസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇവർക്ക് വലിയ വലിയ മാനുഫാക്ചറിങ് കമ്പനികളുണ്ടാവും. ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും, ഇപ്പം ഡൽഹി അല്ലെങ്കിൽ ബോംബെ അങ്ങനെയുള്ള ഏതെങ്കിലും വലിയ വലിയ സ്ഥലത്തായിരിക്കും. നമ്മൾ കേരളത്തിലിരിക്കുന്ന ഒരാൾ, അങ്കമാലിയിൽ ഒരാൾ ഇത് ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങുക എന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് വരുന്നത്. It includes the relationship with client, marketing, sales, logistics, warehousing, human resources, etc. Okay. Okay. So procedure, there is a procedure to establish the functional structure. ഇപ്പം നമ്മൾ ഫങ്ഷൻസിന്റെ കാര്യം അതിന് വേണ്ടിയിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. At first what we do is we consider we have a number of requirements and its outputs. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനാദ്യം ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഇൻപുട്സിനെ കൊടുത്തിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ബോക്സ്, ബ്ലാക്ക് ബോക്സ്, which converts the inputs to output. അങ്ങനെ നമ്മൾ ആദ്യം അതിനെ എക്സ്പ്രസ് ചെയ്യും. Okay. Then we break down this black box into the different sub functions. അതാണ് സെക്കൻഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഫിഗറിൽ വി വിൽ ഹാവ് ഡിഫറെന്റ് സബ് ഫങ്ഷൻസ് ആയിട്ട് കുറേ ഫങ്ഷൻസ് ഉണ്ടാവും. ദെൻ വി വിൽ ഹാവ് എൻ ഔട്ട്പുട്ട്. അതായത് ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കും. നമ്മുടെ അടുത്ത് കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് നമ്മളൊരു വാഷിംഗ് മെഷീൻ ആണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഔട്ട്പുട്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ കുറെ ക്ലോത്ത്സ് ആണ്, ക്ലീൻ ചെയ്യാനുള്ള ക്ലോത്ത്സ് ആണ്, വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് ആണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞത് അല്ലെങ്കിൽ അതിനെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ ക്ലോത്ത്സ് ആണ് ഔട്ട്പുട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ ചെയ്യേണ്ട കുറെ സബ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ഒരു സെക്കൻഡ്. Okay, so these are the procedure for establishing the functions. ഇത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക.
Okay, next one is design, generating the design alternatives. Generating design alternatives means for every design or for every need, we will have an alternative. നമുക്ക് എന്തൊരു കാര്യമാണെങ്കിലും അതിനൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ലോക്ക്ഡൌൺ ആയിരിക്കുന്ന സമയത്തല്ല, നോർമൽ ടൈമിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണം. For example, we have to travel from say Angamali to our college. നമ്മുടെ കോളേജിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എങ്ങനെ നമുക്ക് നടക്കാം, നമുക്കൊരു സ്കൂട്ടറിലോ അല്ലെങ്കിൽ ബൈക്കിലോ പോവാം, കാറിൽ പോവാം, ബസ്സിൽ പോവാം, ഓട്ടോറിക്ഷയിൽ പോവാം. ഇനി ദൂരം കൂടുതലുള്ള സ്ഥലത്തേക്കാണെങ്കിൽ നമുക്ക് ഷിപ്പ് ഉണ്ടെങ്കിൽ ഷിപ്പിൽ പോവാം, ഫ്ലൈറ്റിൽ പോവാം, ഹെലികോപ്റ്ററിൽ പോവാം. അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. ഡിസൈൻ ഓൾട്ടർനേറ്റീവ് വേസ് ഉണ്ട്. Okay, so the generating design alternatives means finding out what are the alternatives. നമ്മളൊരു ടാസ്ക് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചു, ആ ഒരു ഒബ്ജക്റ്റീവിന് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്, എത്ര വഴികളുണ്ടെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാം. So this process of generating alternative solutions to the stated goal in the form of concepts requires creative ability. ഒന്നുമില്ല, the process of generating alternative solutions to the stated goal in the form of concepts requires which requires creative ability. Fine. Simply saying, we are going to find different alternative solutions for our listed problems. നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുന്നതാണ് ജനറേറ്റിംഗ് ഡിസൈൻ ഓൾട്ടർനേറ്റീവ്സ് പറയുന്നത്. So it starts with generating new ideas. And in this stage, the designer must review the market analysis and the task specifications as he or she engages in the process of innovation and creativity. Simply saying, ഒന്നുമില്ല, നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, എനിക്ക് അങ്കമാലിയിൽ നിന്ന് കോളേജ് വരെ ട്രാവൽ ചെയ്യണം. ആ ട്രാവൽ ചെയ്യാനായിട്ട് ഉള്ള ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ്? അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് വഴികൾ കണ്ടുപിടിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ട് ചെയ്തിരിക്കുന്ന ഏതാണ് അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഓരോ ഡിസൈൻ പ്രോസസ്സുകളിലും. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ടു ഡിസൈൻ നോവൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ദ ഡിസൈനർ മേ ലിസ്റ്റ് ദ മെത്തേഡ്സ് ആസ് ഫോളോസ്. നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. അതൊരു ചെറിയൊരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ്. അതേപോലെ വലിയൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. നോർമലി വി വിൽ ഹാവ് എ നാച്ചുറൽ വേ മീൻസ് വി ക്യാൻ ഹ്യൂമൻസിനെ നടക്കാം, വെള്ളമാണെങ്കിൽ സ്വിം ചെയ്യാം, നടക്കാം, നീന്താം, ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്താം. യൂസിങ് ആനിമൽസ് ആണെങ്കിൽ നമുക്ക് ആനിമൽസിനെ റൈഡ് ചെയ്ത് പോകാം. ഒരു ഹോഴ്സ് ആണെങ്കിൽ അതിനെ റൈഡ് ചെയ്ത് പോകാം. അതേപോലെ തന്നെ ഏതെങ്കിലും വേറെ ആനിമൽസിനെ വെച്ചിട്ട് ഒരു കാർട്ട് ഉണ്ടാക്കിയിട്ട് പുൾഡ് ഇൻ എ കാർട്ട്. ഓക്കെ, സോ ദീസ് ആർ ദ നാച്ചുറൽ വേസ്. ഇനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിത്ത് എയ്ഡ്സ്, വിത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലാൻഡ് ടെറൈൻസ്, അതായത് കരയിലാണെങ്കിൽ ബൈക്ക് മീൻസ് സ്കൂട്ടേഴ്സ് ടൂൾസ് യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം. ബൈക്ക് എന്ന് പറഞ്ഞാൽ സൈക്കിൾ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് മാനുവലി മെഷീൻസ് യൂസ് ചെയ്യാതെ പോകുന്നതിനാണ് ഈ ലാൻഡ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്കേറ്റ് ചെയ്ത് പോകാം. വാട്ടറിലാണെങ്കിൽ കാനോ യൂസ് ചെയ്യാം, ട്യൂബ് യൂസ് ചെയ്യാം. ഇതിലൊക്കെ വെച്ച് നമുക്ക് തുഴഞ്ഞു പോവുകയൊക്കെ പോവാം. എയർ ആണെങ്കിൽ വലിയ കൈറ്റ്സ് അല്ലെങ്കിൽ വലിയ ബലൂൺസോ അങ്ങനത്തെ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി മെക്കാനിക്കൽ വരുമ്പോൾ, മെക്കാനിക്കൽ ആണെങ്കിൽ കരയിൽ കൂടെ നമുക്ക് കാറ്, ട്രെയിൻ, ട്യൂബ് അങ്ങനത്തെ കാര്യങ്ങൾ. ട്യൂബ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ തന്നെ ഹൈ സ്പീഡിൽ പോകുന്നതാണ് ട്യൂബ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ വാട്ടർ ആണെങ്കിൽ നമുക്ക് ഷിപ്പോ ബോട്ടോ യൂസ് ചെയ്യാം. എയർ നമുക്ക് പ്ലെയിൻ യൂസ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ, റോക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഇത് ഈ പറഞ്ഞിരിക്കുന്നത് ദർ ആർ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എന്തിന്? സിംപ്ലി നമ്മുടെ പേർപ്പസ് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതാണ്, ഓൾട്ടർനേറ്റീവ് വേസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് കംസ് അണ്ടർ ദ ഫൈനൽ സ്റ്റെപ്പ്, ചൂസിങ് ദ റൈറ്റ് ഡിസൈൻ. നമ്മൾ ഓൾറെഡി കണ്ടു ഒരുപാട് ഫങ്ഷണൽ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ മെത്തേഡ്സ് ഉണ്ട്. അതിലുള്ള ബെസ്റ്റ് മെത്തേഡ് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യാം.
So once a number of concepts have been generated in sufficient detail, a decision must be made about which one or ones will enter the next most expensive stages of the design process. An excellent technique to guide the designer in making the best decision regarding alternatives is a scoring matrix. So, അപ്പോൾ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഒരു സ്കോറിംഗ് മെട്രിക്സ്. സ്കോറിംഗ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു മെത്തേഡ് ഇവിടെ നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വേസും നമ്മൾ ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഓരോന്നിനും നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള നമ്മൾ സ്കോർ കൊടുക്കുകയാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിന് പോകാൻ പറ്റുന്ന ഏതാണോ അതിന് ഹയർ സ്കോർ കൊടുത്തു. അങ്ങനെ സ്കോർ കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും ആക്സെപ്റ്റബിൾ ഏതാണോ അതൊരു മെട്രിക് നമ്മൾ കണ്ടുപിടിക്കണം. ഈ സ്കോറിംഗ് മെട്രിക്സിനൊക്കെ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ സ്കോറിംഗ് മെട്രിക്സ് വെച്ചിട്ടാണ് നമ്മളത് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ചൂസിങ് എ ഡിസൈൻ. ചൂസിങ് എ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ കണ്ടുപിടുന്നതിനാണ് ചൂസിങ് ദ ബെസ്റ്റ് ഫീസിബിൾ ഡിസൈൻ അല്ലെങ്കിൽ ചൂസിങ് ദ ബെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് phases of design process. Okay, so what we are going to do next is നമുക്ക് ഈ സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്ക് കുറേ എക്സാം ചെയ്യണം അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് ചെയ്യണം. അപ്പോൾ ഹൗ ടു ഡിസൈൻ എ ബാഗ്, ഹൗ ടു ഡിസൈൻ എ ലാഡർ, ഹൗ ടു ഡിസൈൻ എ വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്യണം. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ലേൺ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് ഓഫ് ദിസ് ഡിസൈൻ പ്രോസസ്. ഇതിലുള്ള ഓരോ സ്റ്റെപ്സും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക. കാണാതെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സാമിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഓരോ സ്റ്റെപ്സ് എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത തവണ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ആ എക്സാംസിനെ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ഡിസൈൻ എ ബാഗ് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ആ ബാഗിൽ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് കസ്റ്റം റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് നമ്മൾ അതിലെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് എന്തിനുള്ള ബാഗാണ്, ബുക്സ് കൊണ്ടുപോകാനാണോ, അതല്ല ഇനിയിപ്പോൾ വേറെ ലാപ്ടോപ്പ് കൊണ്ടുപോകാനാണോ, വേറെ എന്തെങ്കിലും ഡിവൈസുകൾ കൊണ്ടുപോകാനാണോ എന്നൊക്കെയുള്ള നമ്മൾ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിന്റെ കൺസ്ട്രെയിൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ഫങ്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ട് അതിന് വേറെ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തു. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീസിബിൾ ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. അപ്പൊ എല്ലാവരും ഇത് നോട്ട് ചെയ്യുക, ഈ 6 മെത്തേഡ്സ് നോട്ട് ചെയ്തെടുക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഒരു കാര്യം ചെയ്യാം, അറ്റൻഡൻസ് എടുക്കുക. ഇന്ന് എത്ര പേരുണ്ട്? 55 പേര്. കുറേ പേര് ആബ്സെന്റ് ആണ്. നോ പ്രോബ്ലം, നിങ്ങൾ അറ്റൻഡൻസ് എടുക്കുക. നമ്മൾ ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചാറ്റ് ബോക്സിൽ റോൾ നമ്പർ 1 ആദിത്യ കൃഷ്ണ, സാർ ആദിത്യയുടെ നെറ്റ് കട്ടായി പോയി, അങ്ങനെ ഇപ്പൊ ലെഫ്റ്റ് ആയുള്ളൂ കുറച്ചു നേരം മുമ്പ്. ഓക്കെ, റോൾ നമ്പർ 2, 3, 4, 5, 6, 7, 8, 9,
9. Okay. 10, 11, 12, 13. 13 ഉണ്ടോ? അഖിൽ 14. Okay, 15, 16, 17, 18. 18 ഇല്ല. ആൽവിൻ. Okay, 19, 20, 21, 22, 23, 24, 25. ലെഫ്റ്റ് അല്ല, നിങ്ങൾ ലെഫ്റ്റ് അല്ല കേട്ടോ. 25, 26, 27, 28. 28 ഉണ്ടോ? ഓക്കെ. 29, 30, 31, 32, 33, 34, 35, 36, 37. 37 ഉണ്ടോ? ഓക്കെ. 38, 39, 39 ഉണ്ടോ? ഓക്കെ. 40, 41. വേഗം പറയൂ. 41, 42, 40, 44, 44 ഇല്ല. 45, 46. സാർ അറിയാം, മറ്റേ നെറ്റ് ഒന്ന് സ്ലോ ആയി പോയിട്ടാ. 41% ആണ് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. 46. Okay. 46. സർ 46% ചാറ്റ് ബഗ് 47. ടൈപ്പ് ചെയ്യാൻ Okay. പറ്റുന്നത്. Okay. Okay. 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62. Okay. So the absentees are 1, 13, 22, 32, 39, 44, 54 and 56. ഓക്കെ. ഇതിപ്പോ ഈ ഒരു ക്ലാസ് ഇങ്ങനെ ആയത് നമുക്ക് ഒന്നാമത്തെ പെട്ടെന്ന് നമ്മൾ വേഗം, പിന്നെ കുറെ ദിവസത്തെ ആബ്സെന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ബോറായിട്ട് തോന്നുന്നത്. എക്സാമ്പിൾസ് നമുക്ക് തുടങ്ങുമ്പോഴേക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ്. അപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് ആ ആധാൻ പ്രോസസ്സുകളൊക്കെ നോക്കി വെക്കുക. ഞാൻ ഗൂഗിൾ ഫോം ചെയ്യാം നാളത്തേക്ക്. നിങ്ങൾക്ക് അത് ലിങ്ക് ഷെയർ ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ സ്ലൈഡും ബാക്കി കാര്യങ്ങളും മുമ്പ് എടുത്ത വീഡിയോസ് റെക്കോർഡ്സ് ഞാൻ അതിനകത്തേക്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങി നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ LFSും പഠിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ.